എന്താ കല്യാണി, ചോദിച്ചതിന് ഉത്തരവില്ലേ? കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മുഖത്ത് നിന്ന് ഞാനതിന്റെ ഉത്തരം കണ്ടെത്തിയനെ. കൊഞ്ഞനം കാണിച്ചാലും ചെമ്പരത്തി പൂ പോലെ ചിരിച്ചാലും എനിക്കിപ്പോ അതൊന്നും കാണാൻ കഴിയില്ലല്ലോ. എന്താ വല്യുഞ്ഞ ഇത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. നന്ദന അങ്ങനെ പറയാൻ പല കാരണങ്ങളും ഉണ്ടാവും. അകത്തുള്ള ചിലരും പുറത്തുള്ള മറ്റു ചിലരും കൂടി ചേർന്ന് നടത്തിയ നീക്കങ്ങളൊക്കെ നന്ദനയ്ക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനൊരവസ്ഥയിൽ ഞാനില്ലാതെ വല്യുഞ്ഞിനെ മാത്രം അവിടെ നിർത്തുന്നത് സുരക്ഷിതമല്ലെന്ന് നന്ദനയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. ശരി, സമ്മതിച്ചു. എന്റെ രക്ഷയെ കരുതിയാണ് നന്ദൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി. അമ്മയുടെ കൈ തട്ടി മാറ്റി നിന്റെ കൈ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അമ്മയുടെ മുഖഭാവം എന്തായിരുന്നു? ദേഷ്യമായിരുന്നോ അതോ സന്തോഷമായിരുന്നോ? സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞത് കാരണം ഞാനൊന്നും കണ്ടില്ല വല്യുഞ്ഞെ. കല്യാണി, ഇരുട്ടിൽ തെളിയുന്ന മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും കാണാൻ കഴിയാത്ത എന്നെ നീ എങ്ങനെ? ഇനി മുന്നോട്ടുള്ള ജീവിതം? എന്റെ മാഷെ, ഞാനില്ലേ മാഷിന്റെ കൂടെ കാഴ്ചയായും വെട്ടമായും. എന്റെ മാഷിന്റെ സുഖവും സന്തോഷവും ഒക്കെ കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കും. ഒന്നിനും ഒരു കുറവുമില്ലാതെ. എന്റെ മാഷിന് ഇത്രയും വേഗം കാഴ്ച തിരിച്ചു കിട്ടും. നമ്മളെ വെളിപ്പെടുത്താമ നമ്മളെ വെറുതെ പരീക്ഷിക്കണതാ. എല്ലാം മാറും. നമ്മുടെ ജീവിതത്തിലെ മാഷിന്റെ ഭാഷ പറഞ്ഞ വസന്തം വിരിയും. ഇപ്പൊ എന്റെ മാഷിന് എല്ലാ ഉത്തരങ്ങളും കിട്ടിയില്ലേ? എന്റെ മാഷെ, എനിക്കുണ്ട് ചില ചോദ്യങ്ങള്. ഉത്തരങ്ങൾ മുൻകൂട്ടി അറിയാമെങ്കിലും കേൾക്കാനൊരു രസം, അതുകൊണ്ട് ചോദിക്കുന്നതാ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തുടങ്ങിയോ എന്റെ ചെമ്പരത്തി കുട്ടിക്ക്? ജീവനില്ലാതെ കിടന്നാലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല മാഷെ. ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് എന്നെ അറിയിക്കാതിരിക്കാനല്ലേ വല്ലുഞ്ഞിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് വല്യുഞ്ഞെ, എന്റെ താലിദോഷ ഇതിനൊക്കെ കാരണമെന്ന്. ഏത് നശിച്ച നിമിഷത്തിലാ വല്യുഞ്ഞെ എന്നെ സ്നേഹിക്കാൻ തോന്നിയത്. ഒരു രാജകുമാരനെ പോലെ കഴിഞ്ഞിരുന്ന വല്യുഞ്ഞിപ്പോ. കല്യാണി, ഞാൻ എന്നെ കണ്ടിട്ടുള്ളത് നിന്റെ കണ്ണുകളില്ല. നീ എപ്പോഴും പറയുന്നത് പോലെ അത് എന്റെ കണ്ണുകളാ. നിന്റെ കണ്ണുകളുള്ളപ്പോ എനിക്കെങ്ങനെയാ കല്യാണി കാഴ്ച നഷ്ടപ്പെടുന്നത്? കല്യാണി, സത്യം പറഞ്ഞ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമാക്കാൻ മോഹിക്കുന്ന മറ്റൊരു പെൺകുട്ടി ഈ ഭൂമുഖത്തുണ്ട്. അതാരാണെന്ന് കാണണോ കല്യാണിക്ക്? അയ്യോ, കാണണം. കല്യാണി, ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ ചിലപ്പോ അയാളുടെ മനസ്സ് കാണാൻ കഴിയുമെന്ന് പറയാറ്. നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. ഞാൻ ജീവനായി കരുതുന്ന എന്റെ പെണ്ണിനെ നിനക്കവിടെ കാണാൻ പറ്റും. അവളാണ് ഞാൻ സ്വന്തമാക്കാൻ കൊതിക്കുന്ന എന്റെ പെണ്ണ്. നിനക്ക് നോക്കാം എന്റെ കണ്ണുകളിലേക്ക്.
ഓർമ്മകൾക്ക് എന്തും മധുരമല്ലേ കല്യാണി. ഇപ്പോഴാ എനിക്കത് ബോധ്യമാവുന്നത്. ശരി ശരി, കൂടുതലൊന്നും ഓർക്കണ്ട. ഞാൻ ചായ എടുക്കാൻ വല്ലോ ഞാൻ. അഖില, എന്റെ മകന് പെറ്റമ്മയേക്കാൾ വലുത് ആ വേലക്കാരി പെണ്ണാണെന്ന് ഇപ്പൊ ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. ഒരു പോറ്റമ്മയുടെ വില പോലും എനിക്കവൻ തന്നില്ലല്ലോ കൃഷ്ണേട്ടാ. പെറ്റമ്മയ്ക്ക് പോറ്റമ്മയുടെ വിലയല്ലല്ലോ തരേണ്ടത്, പെറ്റമ്മയ്ക്ക് പെറ്റമ്മയുടെ വിലയില്ലേ. പിന്നെ അവനൊരു വേലക്കാരി പെണ്ണാണ് വലുതെന്ന് നീ പറഞ്ഞല്ലോ. ആ വേലക്കാരി പെണ്ണെന്ന് നീ ഉദ്ദേശിച്ചത് കല്യാണിയാണെങ്കിൽ നീ വീണ്ടും തെറ്റാവർത്തിക്കുന്നാക്കില്ല. കല്യാണി ഇന്ന് ആനന്ദ് താലി കെട്ടിയ പെണ്ണാണ്. ആ യാഥാർത്ഥ്യം നീ അംഗീകരിച്ചേ മതിയാവൂ. താലി, ആ താലിയുടെ മഹത്വ ഇന്നവനെ പൊട്ടക്കണ്ണനാക്കി മാറ്റിയിരിക്കുന്നത്. അഖില, നിനക്കിത് ഭ്രാന്ത് പിടിച്ചു. മക്കളുടെ കുറവ് തളർത്തുന്നത് അച്ഛനമ്മമാരുടെ മനസ്സാണെന്ന സത്യം നീ മറക്കരുത്. അക്കാര്യം മറന്നിട്ടാണോ ഞാൻ അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്? അവന്റെ കാഴ്ചശക്തി വീണ്ടെടുത്തു കൊടുക്കാനല്ലേ കൃഷ്ണേട്ടാ ഞാൻ അവനോട് തൃച്ചംബരത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞത്. എന്റെ മകന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഞാൻ വിളിക്കാൻ ഇനി ഒരു ദൈവങ്ങളും ബാക്കിയില്ല. ലോകത്തുള്ള പ്രഗത്ഭരായ എല്ലാ ഐ സ്പെഷ്യലിസ്റ്റുകളോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അതൊക്കെ അവന് വേണ്ടിയായിരുന്നില്ലേ? ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നീ ആനന്ദ് ഇനി മുതൽ തൃച്ചംബരത്ത് നിൽക്കണമെന്നായിരുന്നില്ല പറയേണ്ടിയിരുന്നത്. ആനന്ദ് കല്യാണിയും തൃച്ചംബരത്ത് നിൽക്കണമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. നോ, അവള് കാരണം തറവാടിന് വന്നു ഭവിച്ച കാരണവർ ശാപം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് എന്റെ മകൻ ഈ അവസ്ഥ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവളെ ഞാൻ വീണ്ടും തൃച്ചംബരത്തേക്ക് ആനയിച്ചു കയറ്റണോ? പറയൂ കൃഷ്ണേട്ടാ. കയറ്റണം. അവൾ നമ്മുടെ മകൻ ആനന്ദ് താലി കെട്ടിയ പെണ്ണാണെങ്കിൽ വിളക്ക് തെളിയിച്ച് ആനയിച്ച് കയറ്റണം. അവളെപ്പോലത്തെ ഒരു മരുമകൾ വലത് കാലം വെച്ച് തൃച്ചംബരത്തേക്ക് കയറുമ്പോൾ കാരണവ ശാപമല്ല, കാരണവ പ്രീതിയാണ് ഉണ്ടാവുന്നത്. അഖില, ഞാനൊന്ന് ചോദിക്കട്ടെ. നന്ദന ആനന്ദിന്റെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചു കയറ്റൂ എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു നിമിഷം മറുപടിയില്ലാതെ വിഷമിക്കുന്നത് കണ്ടല്ലോ. എന്താ മരുമോൾക്ക് വേണ്ടി വാദിക്കുകയാണോ ഇപ്പൊ കൃഷ്ണേട്ടൻ? എന്റെ മോന് ഈ പ്രപഞ്ചത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംരക്ഷണ വലയമൊരുക്കി ഈ വയറ്റിൽ 10 മാസം ചുമന്നു എങ്കിൽ തൃച്ചംബരത്ത് എന്റെ മകനൊരു പോറൽ പോലും ഏക്കാതെ നോക്കാനും അറിയാം ഈ അഖിലാണ്ടേശ്വരിക്ക്. അതിന് ശാപം പിടിച്ച ഒരു താലിച്ചരടിന്റെ ഔദാര്യം വേണ്ടെനിക്ക്. നിന്റെ വാക്കുകൾ അതിര് കിടക്കുന്നു. പ്ലീസ് കൃഷ്ണേട്ടാ, ലീവ് മീ അലോൺ. അല്ലെങ്കിൽ ഇതിലും കടുത്ത വാക്കുകൾ എനിക്ക് പറയേണ്ടി വരും. അനിയൻകുട്ടാ, വാ. എന്താ മാഡം? ദേ, ഈ ബാഗൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തോണ്ട് വരികയായിരുന്നു. ഇനിയിപ്പോ നീ ഇത് കൊണ്ടുവയ്ക്കോ.
ചീച്ചിയും വല്യുഞ്ഞൊക്കെ എത്തിയല്ലേ? അവരിങ്ങെത്തിയിട്ട് എത്ര നേരമായി? നീ ഇതുവരെ എവിടെയായിരുന്നു? ഗൂഗിൾ മീറ്റിലെ ക്ലാസ് അടക്കായിരുന്നു. മൊബൈൽ ഇല്ലാത്തോണ്ട് നീരജിന്റെ കൂടെ ഇരുന്ന് ക്ലാസ്സിൽ കയറി. ഓക്കെ, ശരി. ഈ ബാഗ് രണ്ടും എടുക്ക. ആനന്ദിന് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് മുഴുവൻ ഈ ബാഗിലുണ്ട്. ഓക്കെ. ശരി മാഡം. ശരി. നന്ദന, അങ്കിളെ, എന്താ അങ്കിളെ മുഖമല്ലാതിരിക്കുന്ന? മനസ്സിന്റെ ഭാവമാണല്ലോ മുഖത്ത് പ്രകടമാകുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു മകന്റെ അച്ഛന്റെ മുഖത്ത് ഒരുപക്ഷെ ഈ ഭാവം തന്നെയായിരിക്കും ഇനിയെന്നും. പക്ഷേ എല്ലാത്തിനേക്കാളും എന്നെ ഇപ്പോൾ തളർത്തുന്നത് ഇവിടെ പലരും സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മരുമകൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ചു മുമ്പ് നന്ദൻ അഖിലയോട് ഒരു ചോദ്യം ചോദിച്ചത് കേട്ടല്ലോ. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ജീവൻ സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പുവരുത്താമോ എന്ന്. ഞാൻ തൃച്ചംബരത്തെ ഗൃഹനാഥനാണ്. ഈ തൃച്ചംബരത്ത് എന്റെ മകന്റെ ജീവൻ, അതും അവൻ ജനിച്ചു വളർന്ന വീട്ടിൽ, എന്ത് സുരക്ഷിതത്വമില്ലായ്മയാണ് ഉള്ളതെന്ന് അറിയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് അങ്ങളെ, ഞാൻ ആന്റി കല്യാണി ഇവിടെ കയറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു... നന്ദന, മകന്റെ ഭാര്യയെ മരുമകളായിട്ടല്ല തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളത്, മകളായിട്ടാണ്. അങ്ങനെ നന്ദനയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയൂ, ആനന്ദ് ഇവിടെ സുരക്ഷിതമായിരിക്കില്ല എന്ന് പറയാനുള്ള കാരണമെന്ന്. ആന്റി ഒരു രാത്രി അബോധാവസ്ഥയിൽ കറണ്ട് അടിച്ചു വീണത് ഓർമ്മയില്ലേ അങ്കിളിന്? ആ സംഭവം എന്നെ ഭയപ്പെടുത്തുന്നു അങ്കിൾ. അഖിലാന്റിയുടെ മുറിയിൽ അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാനുള്ള കാരണം? അപ്പൊ പിന്നെ ആരായിരിക്കും ആ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തത്? ബോധരഹിതയായ ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിനെല്ലാം കാരണം പൂർവിക ശാപം. തലമുറകളായി കരുതി വന്ന തൃച്ചംബരത്തിന്റെ സൽകീർത്തിക്ക് ഭംഗം വന്നിരിക്കുന്നു. കുലമഹിമയും അന്തസ്സുമില്ലാത്ത ഒരു നശിച്ച ജന്മത്തെ തൃച്ചംബരത്തേക്ക് വലതുകാൽ വെച്ച് ആനയിച്ചതിന്റെ അനന്തരഫലം. അതിന്റെ ദോഷവാ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മകൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അതുതന്നെ എനിക്ക് സംഭവിച്ചത്. അത് മാത്രമല്ല, എല്ലാത്തിലും ഉപരി മകനാണ് വലുതെന്ന് കരുതി ജീവിച്ചൊരമ്മയെ എല്ലാവരും കൂടി ചേർന്ന് ഒരിക്കൽ കൂടി കബളിപ്പിച്ചിരിക്കുന്നു. സുബ്രോന്റെ കസിന്റെ കമ്പനി എന്നൊരു കള്ളക്കഥയുണ്ടാക്കി എന്നെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയില്ലേ? ഒരു AK ഹെർബൽ ബ്യൂട്ടി കമ്പനി. അത് ആനന്ദ് തുടങ്ങുന്ന കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലേ? ആന്റി ഉറങ്ങിയോ? നിന്നോടാരാ എന്നെ വിളിക്കാൻ പറഞ്ഞേ? ഞാൻ പ്രതീക്ഷിച്ച അതേ പ്രതികരണം. ആന്റിയുടെ പ്രതികരണം ഇത് തന്നെ ആയിരിക്കും അറിഞ്ഞിട്ടും ഈ രാത്രി ഞാൻ ആന്റിയെ വിളിക്കണമെങ്കിൽ അത് എത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരിക്കണമെന്നെങ്കിലും ആന്റി എന്താ ചിന്തിക്കാത്തെ? ആന്റി നാളെ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നെന്ന് കേട്ടല്ലോ. അതിനെന്താ, എനിക്ക് നിന്റെ മുൻകൂർ അനുവാദം വേണോ? ഏയ്, എന്റെ അനുവാദം ഒന്നും വാങ്ങണ്ട. പക്ഷേ എനിക്കൊരു സംശയം.
നാളെ ആന്റി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് AK ഹെർബൽ ബ്യൂട്ടി കമ്പനി അല്ലേ? അതിലെ AK, what is the full form of AK? Is it Anand Kalyani or Akhilandeshwari Kalyani? What? ആനന്ദിന് ആന്റിയും കല്യാണിയും ഒരുപോലെ പ്രിയപ്പെട്ടതായതുകൊണ്ട് ആനന്ദ് തുടങ്ങുന്ന കമ്പനിക്ക് അഖിലാണ്ടേശ്വരി കല്യാണി ഹെർബൽ ബ്യൂട്ടി കമ്പനി എന്നിടാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും ആ കല്യാണിയെ സമ്മതിച്ചു കൊടുക്കണം ആന്റി. വെറും ഒരു ഡ്രൈവറുടെ മകളായിട്ട് വന്നിട്ട് അവളുടെ പേര് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പേരിനൊപ്പം ചേർത്തില്ലേ? ദാറ്റ് ഈസ് AK. അതാണ് വിൽ പവർ. ഹലോ, ഫോൺ കട്ട് ചെയ്തു. എന്താ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നെ കബളിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? എന്റെ മരുമകൾക്കും അമ്മായി അച്ഛനും. ഞാനും എന്റെ മരുമകളും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിന്നെ കബളിപ്പിക്കാനല്ല, തൃച്ചംബരത്തിന്റെ നന്മയെ കരുതി മാത്രം. നന്മ അങ്ങനെ പുച്ഛിച്ച് തള്ളരുതാകില്ല. ആനന്ദ് സ്കൂട്ടർ സ്റ്റാർട്ടാകാതെ നടു റോഡിൽ വെയിൽ കൊണ്ട് നിന്ന കാഴ്ച കണ്ട ആ രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അഖിലയെ ഞാൻ കണ്ടതാണ്. മറ്റൊരു ദിവസം ഷുവർട്ടി ഇല്ലാത്തതുകൊണ്ട് ആനന്ദിന്റെ പ്രോജക്റ്റ് തള്ളുവെന്ന് കണ്ടപ്പോ എല്ലാം മറന്ന് ഷുവർട്ടി പേപ്പറിൽ സൈൻ ചെയ്തിട്ട് വന്ന അഖിലയുടെ മുഖവും ഞാൻ മറന്നിട്ടില്ല. എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോ നിന്നോട് പറയാതെ ആണെങ്കിലും ഞാനും എന്റെ മരുമകളും ചെയ്ത പ്രവൃത്തിക്ക് നന്മ എന്ന് പേരിട്ട് വിളിക്കാനാവും. എന്നിട്ട് എന്തായി? ആ നന്മയുടെ ഫലമാണോ സ്വന്തം മകന്റെ ഈ അന്ധത? നിങ്ങൾ ഇനി എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും കെട്ടിയ പെണ്ണിന്റെ താലി ദോഷവാ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഇടുത്തി പോലെ വന്ന് വീണത്. അങ്ങനെയാണെങ്കിൽ ആ ശാപം പാവപ്പെട്ടവളായതുകൊണ്ട് കല്യാണിയുടെ മേൽ ചുമത്തി വെക്കുന്നതിൽ ലോജിക്ക് കുറവുണ്ടല്ലോ ആന്റി. ആന്റിക്ക് വരാനിരുന്ന ആപത്ത ആനന്ദ് ഏറ്റുവാങ്ങിയത്. അതിനെ കെട്ടുതാലിയുടെ ദോഷമായി പറയുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. ഓ, അതിനി കിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെങ്കിലേ ഈ ലോകത്ത് കാഴ്ചയില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാവോ? അതെ അതെ, വിദേശത്തു നിന്നൊക്കെ ഡോക്ടർമാരെ വരുത്തും. പക്ഷേ അവന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? നാഗമഠത്തെ പ്രിയങ്കയോ ഗംഗയോ? ദേ നന്ദന, വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. തൃച്ചംബരത്തിന്റെ ശത്രുക്കൾ എന്ന് ഈ വിലാസിനിയുടെ ശത്രുക്കളാ. അവൾ ഈ കുടുംബത്തെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവളെ തല്ലി കൊല്ലാനാ എനിക്ക് തോന്നിയത്. ഓ, പിന്നെ ഒരു കൊലപാതകം വേണ്ടെന്ന് വെച്ചു. കൊലപാതകം അത് തന്നെയാണല്ലോ ലക്ഷ്യം. അഖിലാന്റിയുടെ മരവിന്ദിന്റെ മുന്നിൽ വെച്ച് നടന്നതെല്ലാം ഞാൻ പറയാതിരുന്നത് എന്റെ സന്മനസ്സുകൊണ്ടൊന്നും അല്ല, സഹദേവൻ ഇളയച്ചൻ എന്ന ഒരാളെ കരുതിയിട്ട. അല്ലെങ്കിൽ ഇതറിയുന്ന ആ നിമിഷം ഇളയമ്മയാണെന്നൊന്നും നോക്കില്ല, അമ്മയെ കൊല്ലാൻ നോക്കിയതിന് അരവിന്ദ് നിങ്ങളെ ഒച്ചയ്ക്ക് കത്തിച്ചേനെ.